നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതിന് പിന്നാലെ നടക്കുന്നത് വിശദ പരിശോധനയാണ്. മൊഴി നൽകിയവരെ ഉടൻ അന്വേഷണ സംഘം ബന്ധപ്പെടും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷനാണ് സർക്കാർ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറിയത്. അതിനിടെ കേസുകളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. റിപ്പോർട്ടിലുള്ള മൊഴികൾ അടക്കമുള്ളവ യോഗം പരിശോധിക്കും. മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, വെളിപ്പെടുത്തലുകൾ നടത്തിയവരിൽ നിന്നും മൊഴി ശേഖരിച്ച ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുറത്തു വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരെ മൊഴികൾ ഉണ്ടെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പല വമ്പൻ പേരുകളും ഇതിലുണ്ട്. സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെയും പരാമർശമുണ്ട്. മൊഴികളെ ആദ്യം പലതായി അന്വേഷണ സംഘം തരം തിരിക്കും. ക്രിമിനൽ കേസ് എടുക്കാൻ പാകത്തിലുള്ളവ ഇതിലൂടെ കണ്ടെത്തും. ഈ മൊഴി നൽകിയവരെയാകും അന്വേഷണ സംഘം സമീപിക്കുക. ഇരയുടെയും ആരോപണ വിധേയന്റെയും പേര് പുറത്തു പോകാതിരിക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കും. FIR ഇടേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് പൊതുസമൂഹത്തിലെത്തുകയും ചെയ്യും. മലയാള സിനിമാ ലോകവും ആശങ്കയിലാണ്. ഏതെല്ലാം നടന്മാർ ആരോപണത്തിൽ കുടുങ്ങുമെന്ന ചോദ്യവും സജീവമാണ്. ഇതുവരെ കുടുങ്ങിയവർക്ക് ജാമ്യം കിട്ടിയത് മാത്രമാണ് ആവശ്യം. സിനിമാ സംഘടനകളും ഗൗരവത്തിൽ നീക്കങ്ങളെ കാണുന്നുണ്ട്. റിപ്പോർട്ടിൽ SIT എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനുശേഷമേ കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കൂ. വിഷയം ഒക്ടോബർ 3 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗികാതിക്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഹർജികൾ പരിഗണിക്കവെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. റിപ്പോർട്ടിൽ ശക്തമായ തുടർ നടപടി വേണമെന്ന് സർക്കാരിനെ അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ SITയുടെ ഓരോ നീക്കവും നിർണായകവുമാണ്. റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ SITയും മറ്റു വിഷയങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും നടപടിയെടുക്കണം. ഇരകളുടെയും ആരോപണ വിധേയരുടെയും അവകാശം നിഷേധിക്കാതെയുള്ള നടപടിയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതോടെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട സിനിമാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ടി വന്നേക്കും. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പൂർണ്ണരൂപം കിട്ടുന്നതോടെ റിപ്പോർട്ടിൽ പേരുണ്ടാവുകയും അവർക്കെതിരെ തെളിവുകളോ മൊഴികളോ ഉണ്ടാവുകയും ചെയ്താൽ കേസെടുക്കാം. പക്ഷേ പരാതിക്കാർ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മാത്രം കേസ് മതിയെന്നാണ് പൊതുവിലുള്ള നിലപാട്. പ്രായപൂർത്തിയാവാത്തവരും ചൂഷണത്തിനിരയാകേണ്ടി വന്നുവെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതിനാൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടിയും വരും. ഏതൊക്കെ കാര്യങ്ങളിൽ കേസെടുക്കാനാകും, കേസെടുക്കാനാകില്ല എന്ന കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടാകും 2 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കുക. നന്ദി.